കാരുണ്യം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. കാരുണ്യം എന്ന് പറയുന്നത് ഒരിക്കലും കയ്യിലൊരു ക്യാഷ് കൊടുക്കലോ അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കലോ മാത്രമല്ല കാരുണ്യം. അപ്പുറത്തുള്ള ആളെ മനസ്സിലാക്കൽ വലിയൊരു കാരുണ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല ചൂടാണ് ഇപ്പൊ അല്ലെ, ആ സമയത്ത് നിങ്ങൾ കാറിൽ പോവുകയാണെങ്കിൽ ബൈക്കുകാരനെ പരിഗണിക്കുക എന്നുള്ളത് കാരുണ്യമാണ്. കാരണം നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയാലും നിങ്ങൾ എ സിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ പാവം ബൈക്കിൽ വെയിൽ കൊണ്ടിട്ടൊരു തണല് തേടിയിട്ടുള്ള ഓട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് പകലാണ് കേട്ടോ. പകലുള്ള ആ വെയിലത്തെ സമയത്താണ് ഇവർ ചിലപ്പോൾ ഒന്ന് ഉള്ളിൽ കൂടെ ഒക്കെ പോയി വിട്ടേക്കണം. കാരണം ഞാൻ ജീവിക്കണ ജീവിതമല്ല അവൻ ജീവിക്കണത്. ആരും ഇഷ്ടപ്പെടുന്നില്ല ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ്, ഇന്നെ പോലെ ഒരു സൗകര്യം അവൻ ഇല്ലാത്തത് കൊണ്ടാണ് പോണത് എന്ന് ആലോചിക്കുന്നൊരു കാരുണ്യമാണ്. അപ്പൊ അവിടെ പോയിട്ട് വർത്താനം ഉണ്ടാക്കാതിരുന്നാൽ മതി, അവനെ വിട്ടുകൊടുക്കാം. ബൈക്കുകാരൻ നടന്നു പോണ ആൾക്കാരോട് കാരുണ്യം കാണിക്കുക, അവരെ മനസ്സിലാക്കുക. അവരിപ്പം നടന്നു പോകാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ, സാഹചര്യം ഇല്ലായിട്ടായിരിക്കും. എന്നിട്ടും ഈ വെയിലത്ത് നടക്കണമെങ്കിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ട്രാഫിക് പോലീസുകാരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഈ വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ പണിയെടുക്കണ ട്രാഫിക് പോലീസുകാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ ദേഷ്യം പിടിക്കും സംസാരിക്കുമ്പോൾ. നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ വെയിലത്ത് നിൽക്കുക, നിങ്ങളോട് ആരെന്ത് ചോദിച്ചാലും നിങ്ങളും ദേഷ്യം പിടിച്ചു പോകും. അച്ചാതി വെയിലാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, അവർ ഈ വെയിലത്താണ് നിൽക്കുന്നത്. അവർ ഈ വെയിലത്ത് നിന്നിട്ട് ഈ പലജാതി സ്വഭാവമുള്ള മനുഷ്യന്മാരെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് അവരിൽ എന്ത് ചെയ്യും? ദേഷ്യം വരും. ഒരു മണിക്കൂർ ഒന്നൊരു സ്കൂട്ടറായിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വെയിൽ മുഴുവൻ കൊണ്ടിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആരെങ്കിലും എന്താ പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ദേഷ്യം പിടിച്ചു പോണില്ലേ? സെയിം. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ റോട്ടിൽ വെയിലത്ത് നിന്നിട്ട് ആളുകളെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവരെ കാണുമ്പോൾ നിങ്ങൾ ദേഷ്യം പിടിക്കാനോ ഒന്ന് എന്തെങ്കിലും ഒന്ന് ഒച്ച വെച്ച് പോയി നേരിച്ച് കച്ചറ ഉണ്ടാക്കാനൊന്നും പോകരുത്. കാരണം അവർ ഈ വെയിലത്ത് ചെയ്യുന്ന പണിയാണ്. അത് അത്ര ഇഷ്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന സംഗതി ഒന്നുമല്ല. എന്റെ കണ്ണിലൂടെ മാത്രമല്ലാതെ അവരായി കണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വലിയ കാരുണ്യമായിരിക്കും. ഞാൻ സൗകര്യത്തിലാണെന്ന് വിചാരിച്ചാൽ അതേ സൗകര്യത്തിലല്ലല്ലോ അവരുള്ളത്. ഞാൻ കാറിൽ AC ഇട്ടിരിക്കുകയാണ്. നമുക്ക് പഠിച്ചവനോട് അവിടെ നന്ദി പറയാം, എനിക്ക് ഇങ്ങനെ വെയിൽ കൊള്ളേണ്ട ഒരു അവസ്ഥ ഒരുക്കി തരാത്തതിന്. അപ്പം അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരെ ഞാൻ പരിഗണിച്ചിട്ട് അവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു വലിയ കാരുണ്യല്ലേ. അതിന്റെ മേലെ തട്ടിക്കയറാതിരിക്കുന്നത് ഒരു കാരുണ്യല്ലേ. ആളുകളെ മനസ്സിലാക്കുന്നതിന് മനോഹരമായ കാരുണ്യം എന്താ?